ഹലോ അമീഗോസ്, യമഹ ഇൻ്റർനാഷണൽ കസ്റ്റമർ മീറ്റപ്പ്. യെസ്, ഈ ഒരു വീഡിയോ യമഹയുടെ ഒരു ഇവൻറ്റിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ചൊന്ന് ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്താലേ ഈ ഒരു വീഡിയോ കറക്റ്റ് ആവുള്ളൂ. കാരണം ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് 2023 നവംബർ 26 അതായത് ഏകദേശം ഒരു കൊല്ലം 2 മാസം മുന്നേ നടന്നൊരു ഇവൻ്റാണിത്. മാത്രമല്ല ഈ ഒരു ഇവൻറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യമഹ കാലിക്കറ്റ് വെച്ച് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന കാൾ ഓഫ് ദ ബ്ലൂ ഇവൻ്റാണിത്. സോ ദിസ് വീഡിയോ ഈസ് അബൌട്ട് യമഹ കാൾ ഓഫ് ദ ബ്ലൂ 2023. ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യമഹ ഇൻ്റർനാഷണൽ കസ്റ്റമർ മീറ്റപ്പ്, ഇങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു എൻട്രി പാസിൽ കൊടുത്തിട്ടുള്ളതെങ്കിലും ആക്ച്വലി ഇതൊരു കാൾ ഓഫ് ദി ബ്ലൂ വീക്കെൻഡ് ഇവൻ്റ് ആണ്. ഇതിനു മുന്നേ ഞാനൊരു കാൾ ഓഫ് ദി ബ്ലൂ ഇവൻറ്റിന് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചി അങ്കമാലി വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാൾ ഓഫ് ദി ബ്ലൂ ഇവൻറ്റ് 2022. അപ്പോൾ ആ ഒരു ഇവൻറ്റിനൊക്കെ പോയിരുന്ന ടൈമിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ആ ഒരു തുടക്കത്തിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ മാളിൻ്റെ അടുത്ത് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. യെസ്, ഇവിടെ തന്നെ നമ്മുടെ എൻട്രി പാസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയം ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും ഒരു മനുഷ്യനും കാണാനില്ല. ആകെ യമഹയുടെ കുറച്ച് ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ കുറച്ച് കോർഡിനേറ്റേഴ്സും മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാനാണ് ആദ്യമായിട്ട് ഈ ഒരു ഇവൻറ്റിലേക്ക് വരുന്നത്. ഒരുവിധം എല്ലാവരും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എത്താൻ ചാൻസ് ഉള്ളൂ. എന്നാലും നേരത്തെ തന്നെ എത്തിയോണ്ട് ഈ ഒരു സെറ്റപ്പൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ഓരോ കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. യമഹ റേസിംഗ് കാൾ ഓഫ് ദി ബ്ലൂ വീക്കെൻഡ് 2023. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു RX 100 ഉണ്ട്. ടു സ്ട്രോക്ക് സ്മോക്ക്. പിന്നെ പയ്യെ ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് R15 വന്നിട്ടുണ്ട്. കുറച്ച് വിൻറ്റേജ് ബൈക്സ് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വിൻറ്റേജ് ബൈക്സിനായിട്ടൊരു സ്പെഷ്യൽ പാർക്കിംഗ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യമഹയുടെ RX 135, രാജ്ദൂത് 350, RD 350, അതുപോലെ RX Z. ഈ വണ്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച പോലെ ഉണ്ട്. ചിലപ്പം ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് എടുത്ത് വന്നതായിരിക്കും. എന്തായാലും തിരക്കാവുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഫുള്ളൊന്ന് വാക്ക് അറൗണ്ട് ചെയ്തിട്ട് വരാം. നേരത്തെ തന്നെ വന്നുകൊണ്ട് എൻ്റെ അതേ രീതിയിൽ വന്നൊരു യമഹ ഫാൻബോയിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പുള്ളിയും ഞാൻ വന്ന അതേപോലെ തന്നെ യമഹയുടെ വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നുള്ള രീതിയിൽ നേരത്തെ വന്നതാണ്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും അവനും അങ്ങനെ പരിചയപ്പെട്ടു. അതുപോലെ യമഹയുടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. യമഹയുടെ ഇന്റർനാഷണൽ ഒഫീഷ്യൽസ് ഫ്രം ജപ്പാൻ. അതിലൊരു പുള്ളിക്കാരനെ ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടു, ജസ്റ്റ് സംസാരിച്ചു, ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ലോട്ട് വരുന്നത്. ചെറിയ ഏരിയ ആണ്. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന അത്ര ഒരു വൈഡർ ഏരിയ അല്ല, ചെറിയൊരു ഏരിയയിൽ അവർ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ പാർക്കിംഗ് ലോട്ടിലൂടെയാണ് ഇങ്ങനെ നടന്നു വരിക. നേരെ ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉള്ളത്. ഇവിടെ യൂഷ്വലി നമ്മുടെ യമഹ ഇവൻറ്റിൽ കിട്ടുന്ന ആ ഒരു ബാഗും കുറച്ച് കീ ചെയിൻസും സംഭവങ്ങളൊക്കെ കിട്ടും. ഈ ഒരു പാർക്കിംഗ് ലോട്ടിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ ജിംഖാനയുടെ ട്രാക്കും അതുപോലെ തന്നെ സ്ലോ റേസിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കാൾ ഓഫ് ദി ബ്ലൂ ഇവൻറ്റിൻ്റെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു വന്ന ടീമിനെ റവ് ലിമിറ്റ് കട്ട് ഓഫ് അടിക്കാൻ വേണ്ടി ടാങ്കർ കാര്യമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്.
കാൾ ഓഫ് ദി ബ്ലൂ വീക്കെൻഡ് 2023. ഐ ലവ് യമഹ. എയറോക്സ്, അതേപോലെ R15V4. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള യമഹയുടെ വണ്ടികളൊക്കെ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ R15V4, MT15, FZ Deluxe, അതുപോലെ FZX, എയറോക്സ് 155, റേസിയർ 125, ഫാസിനോ 125. ഇത് നമ്മുടെ ജിംഖാനൻ്റെ ബ്രീഫിങ്ങിനുള്ള സെറ്റപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റൈലിംഗ് സോൺ ഉണ്ട്, നമ്മുടെ കൗസ്റ്റ് ബ്ലൂവിൻ്റെ ടാറ്റു ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് അപ്പറൽ സോൺ ഉണ്ട്, നമ്മുടെ മേളുടെ അക്സസറീസും കൺസ്യൂമബിൾസും ഒക്കെ നമുക്ക് 10% ഡിസ്കൗണ്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഫാബിയോടെ ഒരു ചെറിയ ഫ്ലക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ R15M, അതുപോലെ ഡാർക്ക് സൈഡ് ഓഫ് ജപ്പാൻ, നമ്മുടെ MT15, FZX, ഈ വണ്ടികളൊക്കെ ഇവിടെ സ്പെഷ്യലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ജാക്കറ്റ്, നമ്മുടെ ബാഗും കാര്യങ്ങളും, നമ്മുടെ മോൺസ്റ്റർ എനർജിയുടെ കൗണ്ടർ. പിന്നെ അതിന് പുറത്തായിട്ട് ചെറിയൊരു ബൈക്കേഴ്സ് കഫേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗസ്റ്റിനൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇവരാണ് നേരത്തെ അവിടുന്ന് റെവലിംഗ് കട്ട് ഓഫ് അടിച്ചിരുന്ന ടീം. മജോറിറ്റി R15 തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു ചെറിയ ഗ്രൂപ്പാണ് തോന്നുന്നത്. കുറച്ചും കൂടെ റൈഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ റൈഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെയാണ്. ഒരു യമഹ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള ഇവൻറ്റിനൊക്കെ വരുമ്പോൾ വേറെ തന്നെ ഫീലുണ്ടാവും. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ റൈഡർ എന്നുള്ള ഒരു മോട്ടോർ എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ ആളുകൾ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു മോൺസ്റ്റർ എനർജീൻ്റെ എനർജി ഡ്രിങ്ക് അടിച്ചിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാം. കാരണം ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യൂ നിന്നൊക്കെ വാങ്ങേണ്ടി വരും. ഭയങ്കര തിരക്കാണ്. ഇവരിവിടെ സീലൊക്കെ അടിക്കുന്നുണ്ടല്ലോ. ഒന്നിലധികം ബോട്ടിൽസ് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. കയ്യിലൊരു സീലൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. മോൺസ്റ്റർ എനർജി. അപ്പോൾ കുറച്ച് ജപ്പാനിൽ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ യമഹയുടെ ഇൻ്റർനാഷണൽ ടീമാണ്. അപ്പോൾ ഒരു 2 സ്ട്രോക്കിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് 2 സ്ട്രോക്ക് ബൈക്സ് ഉണ്ട്.
ടു സ്ട്രോക്ക് സ്മെൽ, ഓയിൽ ഫ്യൂവൽ സ്മെൽ. ഈ ഒരു ടു സ്ട്രോക്കിൻ്റെ സ്മെല്ലും കുറച്ച് വേറെ തന്നെ കേട്ടോ. സംഭവം പൊല്യൂഷനൊക്കെ ആണെങ്കിലും അതൊരു വേറെ തന്നെ ഫീലാണ്. ടു സ്ട്രോക്ക് ലവേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വണ്ടികളൊക്കെ കണ്ടിട്ട് കൊതി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഗ്ലൈസിങ് ഉള്ള പെയിൻറ്റുകളാണ്. അതുപോലെ തന്നെ ക്രോമുള്ള ഭാഗമൊക്കെ പോളിഷ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഗ്യാരേജിൽ സെയിലിന് വെച്ച വണ്ടികൾ എടുത്തു കൊണ്ടുവന്നാൽ തോന്നുന്നുണ്ട്, അറിയില്ല. ചിലപ്പോൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുനടക്കുന്ന ഓണേഴ്സും ആവും. എന്തായാലും വണ്ടി കണ്ടിട്ട് ഒന്ന് വാങ്ങാനൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് R3 എത്തിയിട്ടുണ്ട്. R3 ഒക്കെ കാണുമെന്നുള്ള ഒരു ഹോപ്പിലാണ് ഇതുപോലെയുള്ള ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ നടന്ന ഇവൻറ്റിൽ നമ്മുടെ പഴയ R1 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, MT ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, MT9 ഒക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വരും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും R3 ഒരെണ്ണം കണ്ടു, അതന്നെ വലിയ കിട്ടലാണ്. ഇതുപോലത്തെ ഇവൻറ്റിന് വരുമ്പം ഒരുപാട് നല്ല മോഡിഫൈ ചെയ്ത വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ വർക്ക് ചെയ്ത, നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത്, നല്ല ഫിനിഷിങ്ങിലുള്ള കുറേ മോഡിഫിക്കേഷൻ ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എല്ലായിടത്തും കണ്ണിലെ കരട് എന്ന് പറഞ്ഞ മാതിരി കുറച്ച് കണ്ണാപ്പീസ് ഉണ്ടാവും, അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെന്നാൽ. എന്നാലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരുപാട് വണ്ടികൾ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതേതോ വലിയ ടീമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് R15 തന്നെയാണ്. അങ്ങനെതാ FZയുടെ ഒരു ടീം വന്നിട്ടുണ്ട്. നമ്മുടെ FZ റൈഡ് അഡിക്സിൻ്റെ ടീമാണ്. ഇവരുടെ കൂടെയാണ് ഞാൻ ശരിക്കും വരേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ വന്നാലേ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടും ഞാൻ നേരത്തെ പോകുന്നതാണ്. കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിലെ ഇവൻറ്റിന് ഈ FZ റൈഡ് അഡിക്സിൻ്റെ ബൈക്സ് തന്നെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് FZയുടെ ഒരു ബേൺഔട്ട് കാണാം. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting and I'll never look back, moving on till I get it all. അങ്ങനെതാ അടുത്തൊരു ടീമും വന്നിട്ടുണ്ട്. ഇതിലും ഒരുപാട് മോഡിഫൈഡ് ബൈക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ R3 കൂടെ വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു R15 അത് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കിറ്റ് മാറ്റിയിട്ടുണ്ട്. ബോഡി പാനൽസ് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത പുതിയ പാനൽസ് ആണ്. സംഭവം ചില ആംഗിളിൽ ചെറിയൊരു ഓപ്വേർഡ് ഫീൽ ഉണ്ടെങ്കിലും സംഗതി വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു സൈഡ് പാനലിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചും കൂടി ഒരു ബിഗർ ബൈക്ക് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഈ R3യുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ ഒരു R3 ലെവൽ ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു വിടും എന്നുള്ള കാര്യം ഷുഗറാണ്.
അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് R15 രസമുണ്ട് കേട്ടോ. ആ ഒരു വർക്ക് രസമുണ്ട്. പക്ഷെ മിറർ ഊരിയതുകൊണ്ട് ചെറിയൊരു ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആ ചെറിയൊരു ഓക്വേർഡ് ലുക്ക് ഉണ്ട്. എനിക്ക് പൊതുവേ ഈ മിറർ ഉള്ള വണ്ടികളാണ് കുറച്ചും കൂടെ താല്പര്യം. മിററും അതേപോലെ നമ്മുടെ ടെയിൽ സെക്ഷനൊക്കെ കട്ട് ചെയ്ത വണ്ടികൾ എനിക്ക് വലിയൊരു ലുക്ക് തോന്നാറില്ല. ഒരു ചെറിയ ഓക്വേർഡ് ഫീലാണ് തോന്നല്. എന്തായാലും ഒരുപാട് മോഡിഫൈ ചെയ്ത വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ചും R15. അങ്ങനെതാ നമ്മുടെ വിൻറ്റേജ് പാർക്കിംഗ് ലോട്ടിലൊരു പുതിയ വണ്ടി കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുറച്ചും കൂടെ പഴയ രാജദൂത്. ഇതൊരു വേറെ തന്നെ ഫീലാട്ടോ ഈ ഒരു വണ്ടി കാണാൻ. കാരണം ഇതിലെ പല കോമ്പണൻസും നമ്മുടെ ഇപ്പോൾ യൂഷ്വലി കാണുന്ന വണ്ടികളുടെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ ഒരു പഴയ സെറ്റപ്പാണ്, പ്രോപ്പർ മെക്കാനിക്കൽ രീതിയിലുള്ള സെറ്റപ്പാണ്. ഈ ഒരു ഫ്രണ്ട് ഫോക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗം മാത്രം ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. ഈ ഒരു ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ഒരു ചെറിയ കർവോട് കൂടിയിട്ടുള്ളൊരു പാർട്ടൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കൺസോളാണ്. സംഗതി കൊള്ളാം. ഇതൊക്കെ കാണുമ്പം ഈ ഒരു വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും വണ്ടി അടിപൊളിയാണ്. അങ്ങനെതാ നമ്മുടെ ഈ ഒരു വെൽക്കം ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഈ ഒരു കാസ്റ്റ് ബ്ലൂവിൻ്റെ ഗെയിംസിലേക്ക് കടക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ജിംഖാന നടക്കുന്നുണ്ട്. R3 ആണ്. ജിംഖാനയിൽ ഒരു ലാപ്പ് നമുക്കൊരു ട്രയൽ കിട്ടും. അതിനുശേഷം അവർ ടൈം നോക്കുന്ന ഒരു ലാപ്പ് കൂടെ തരും. ഇതിൽ ബെസ്റ്റ് ടൈമാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യൽ. എന്തായാലും R3 റൈഡർ അത്യാവശ്യം പ്രോപ്പറായിട്ട് സ്പീഡിൽ എടുക്കുന്നുണ്ട്. R3 കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഞാനിതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. ഇത് മീഡിയ വിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ക്യാമറ ഒക്കെ കൂടെ ഉണ്ട്.
ഓ ജസ്റ്റ് വീണു. ഈ ജിംഖാനയുടെ പ്രത്യേകത തന്നെ അതാണ്, പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകും വണ്ടി കുറച്ച് നമ്മൾ സ്പീഡിൽ റൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിന് സ്പെഷ്യൽ പ്രാക്ടീസ് വേണം, പ്രോപ്പറായിട്ട് ഒരു വേറെ തന്നെ പ്രാക്ടീസാണ് ഇതിന് വേണ്ടത്. കുറച്ചും കൂടെ ബാക്ക് ബ്രേക്ക് സ്കിഡ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ജിംഖാന ചെയ്യാൻ കുറച്ചുകൂടെ അടിപൊളി. അതിന് കുറച്ച് ട്രെയിനിങ്ങൊക്കെ വേണം. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർലോക്ക് സെഷനിൽ എത്രത്തോളം ഇത് എഫക്റ്റീവാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു R15 നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു BMW S1000RRൻ്റെ ഒക്കെ ആ ഒരു കളർ സ്കീമിൽ ചെയ്ത വർക്കാണ്. നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിയിൽ ജിംഖാന ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാക്കിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ കുറച്ചും കൂടെ ലോക്ക് ചെയ്ത് സ്കിഡ് ചെയ്തിട്ടൊക്കെ എടുക്കണം, എന്നാലും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കിട്ടും. അങ്ങനെ അതാ ഒരു ലേഡി റൈഡറെ കൂടി ജിംഖാനയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ റേസിയാറിലാണ്. ജിംഖാനയുടെ ഒരു സൈഡിലായിട്ട് നമ്മുടെ സ്ലോ റേസും നടക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ട് അപ്പുറത്തെത്തുന്ന ആളാണ് വിന്നർ ആവുക. ആ രീതിയിലാണ് ഈ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ പാടില്ല, കറക്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകണം. ഇവിടെ ഒരു ചെറിയ പുഷപ്പ് ചലഞ്ച് നടക്കുന്നുണ്ട്. അയ്യോ പക്ഷേ പോയി കണ്ടിന്യൂ
ഒരു കോൺസെപ്റ്റ് ഞാൻ കുറച്ചൊന്ന് ഷെയർ ചെയ്യാൻ കൊടുക്കാം. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കണം. എന്റെ മോശം ഒന്നും കിട്ടുമോ? വെയിറ്റ് മാറിക്കാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ജിംഖാന ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ കൊച്ചിയിലെ ഇവൻറ്റിനും പോയപ്പോഴൊന്നും ഒരു ഗെയിമിനും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തായാലും ജിംഖാനയിൽ ഒരുപാട് നേരം വരി നിന്നിട്ടാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറിയതാണ്. സംഗതി അത്ര ഈസി അല്ല കേട്ടോ. ആദ്യം ഈ ഒരു ട്രാക്കിൻ്റെ റൂട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഇവിടെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും പ്രോപ്പറായിട്ട് കറക്റ്റ് ആ ഒരു ഡയറക്ഷനിൽ തന്നെ പോകും വേണം. അതുപോലെ തന്നെ കേഴ്സ് എടുക്കുമ്പോൾ കാല് കുത്താനും പാടില്ല. കാല് കുത്തി കഴിഞ്ഞാൽ പെനൽറ്റി ചെയ്യും. ടൈം എത്ര സെക്കൻഡ്സ് ആഡ് ചെയ്യും. ഈ റൗണ്ട് സെക്ഷന് കുറച്ച് ടാസ്ക്കാണ്. 2 റൗണ്ട് ഇവിടെ കറങ്ങണം. അപ്പോൾ ഈ റൗണ്ട് സെക്ഷനിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു കർവ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ടെക്നിക്ക് ഇവിടെ പോകില്ല. യൂഷ്വലി റോഡിലെ കേഴ്സ് എടുക്കുന്ന പോലെ ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് സെറ്റപ്പ് ഇവിടെ നടക്കില്ല. ജിംഖാനയിൽ ബാക്ക് ബ്രേക്കാണ് മെയിൻ. പക്ഷേ എനിക്കതത്ര ശീലമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ചില കേഴ്സൊക്കെ എടുക്കുമ്പോൾ. എന്തായാലും ഇത് ട്രയലാണ്. നമുക്കെന്തായാലും ഒറിജിനൽ ലാപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. കാല് കുത്തി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കുഴപ്പമില്ലാതെ വന്നതാണ്. പക്ഷേ ഈ ഒരു റൗണ്ട് സെഷനിലെത്തിയപ്പോൾ കാല് കുത്തി ഇവിടെ നടക്കുന്നില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് എടുത്ത് നോക്കാം.
അങ്ങനെ നമ്മുടെ ജിംഖാന കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പാർക്കിംഗ് ലോട്ടിലേക്ക് തന്നെ പോവാണ്. ഇവിടുത്തെ സ്ലോ റേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിൽ കൂടെ പങ്കെടുക്കായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഈ ഒരു പാർക്കിംഗ് ലോട്ടൊക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് വണ്ടികളായിട്ടുണ്ട്. ചെറിയ സ്പേസ് ആണ്, ശരിക്കും ഇതിലേറെ വണ്ടികൾ വന്നിട്ടുണ്ടാവണം. കണ്ടില്ലേ, ഒരുപാട് വണ്ടികളുണ്ട്. അങ്ങനെ നമ്മുടെ FZ റൈഡ് അഡിക്സിൻ്റെ അഡ്മിന് പുള്ളി ഒരു ക്യാപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ജിംഖാനയിൽ ഫസ്റ്റ് അടിച്ച ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനമായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കാൾ ഓഫ് ദി ബ്ലൂയുടെ ഒരു ടാറ്റു നമ്മുടെ ഹെൽമെറ്റിൽ പതിപ്പിച്ചു. ഇവൻ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, ഏകദേശം 2 മണി വരെ ഇവൻ്റ് ഉണ്ടാവും. പക്ഷേ നമ്മളെന്തായാലും പോവാണ്. കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇവൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇനിയും ഇവിടെ നിന്നാൽ ഇപ്പം തന്നെ നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഇവൻ്റ് ഒന്നും കൂടെ അടിപൊളിയാക്കാൻ ശ്രമിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് റിട്ടേൺ അടിക്കാണ്. സംഭവം പുതിയ R3 MT-03 ഒക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റിന് വരുന്ന ടൈമിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ R15ൻ്റെ പലതരം മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ കുറച്ച് RX100 ഗാഡ്ജറ്റ് റെട്രോ യമഹ ബൈക്സൊക്കെ കാണാൻ പറ്റി. എന്തായാലും കൊള്ളാം. ഇപ്പോഴും പാർക്കിംഗ് ലോട്ടിൽ ഒരുപാട് വണ്ടികളുണ്ട്, കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു ഇവൻറ്റിൽ വീണ്ടും കാണാം. റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.